ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഇന്ന് ഞാൻ ബട്ടർ ചിക്കൻ പാർസലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളിയാണ്, വളരെ ചീസി ആൻഡ് ക്രീമി ടെക്സ്ചറായി നല്ല കിടിലൻ സ്നാക്കാണിത്. ഇത് ഒന്ന് മാത്രം മതിയാകും നമുക്ക് വയറ് ഫുള്ളാവാൻ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളക് ചെറുതായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1-2 മിനിറ്റോളം വഴറ്റുമ്പോൾ നല്ലൊരു എണ്ണയിൽ കിടന്ന് നല്ല മൂത്തിട്ടുള്ള നല്ലൊരു മണം വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ സവാളയും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് കൊത്തിയരിയണേ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല മണത്തിനൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനാവശ്യമായുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ചേർത്തുള്ള സവാള നല്ല മണത്തിന് വാടി വരണം. അതുവരെ 1-2 മിനിറ്റോളം നല്ല മണം തന്നെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതിൽ ചേർത്തുള്ള സവാളയ്ക്ക് നല്ലവണ്ണം തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ല വണ്ണത്തിനൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ സവാളയും മസാല പൊടികളും എല്ലാം തന്നെ നല്ല വണ്ണത്തിന് യോജിച്ച് വരണം. പിന്നെ നമ്മളിതിൽ ചേർത്തുള്ള മസാല പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിത് ചേർത്തുള്ള മസാല പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല വണ്ണത്തിന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ പെപ്പർ പൗഡറും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണിത്. ഇതിൻ്റെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രഷ് ചെയ്തെടുത്തുള്ള ചിക്കനാണിത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം നമ്മൾ മസാലയും സവാളയും അതുപോലെ തന്നെ ചിക്കനുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അതുവരെ വഴറ്റി കൊടുക്കുക. ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ചിക്കൻ ഫില്ലിംഗ് നമുക്കൊരു ബൗളിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. സെയിം പാൻ തന്നെ വീണ്ടും എടുക്കാം. ഇതിലോട്ടേക്ക് 2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ചിക്കൻ അല്ലേ തയ്യാറാക്കുന്നത്, അപ്പം ബട്ടർ എന്തായാലും നിർബന്ധമായിട്ട് വേണം കേട്ടോ. ഇതിലോട്ടേക്ക് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ട് നല്ലൊരു മണം വരും. അതുവരെ 1-2 മിനിറ്റോളം നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നല്ലൊരു മൂത്തിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. അതുവരെ ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ട് ബട്ടറിൽ കിടന്നിട്ട് നല്ല മൂത്തിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലോട്ടേക്ക് 2 തക്കാളി നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത പേസ്റ്റും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളക്കണം. നമ്മൾ തക്കാളി ചേർത്തിട്ട് ഇതുപോലെ നല്ല വണ്ണത്തിന് തിളച്ച് വരണം. അപ്പം മുകളിൽ എണ്ണ തെളിഞ്ഞിട്ടൊരു പാകം വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പം അതുവരെ നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ച് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ പൊടികൾ ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല എണ്ണ തെളിഞ്ഞ് വരും. അതുവരെ നല്ല വെണ്ണൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മുകളിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഇതിലൊട്ടേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള ചിക്കൻ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചിക്കൻ ഫില്ലിങ്ങും ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആ ഒരു ടൊമാറ്റോ പേസ്റ്റും നമ്മുടെ ഒരു ചിക്കൻ ഫില്ലിങ്ങും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ കമ്പൈൻ ചെയ്ത് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും മസാലയ്ക്ക് ചിക്കനിലോട്ടേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ചിക്കനിലോട്ടേക്ക് മസാല പിടിച്ച് വരും. അതുവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ചേർത്തുള്ള ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. അധികം ഡ്രൈ ആയി പോകരുത്. ഇതുപോലെ ഒരു അല്പം കുഴഞ്ഞ പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് 1 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം.
ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അതായത് ഉലുവൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇതിപ്പോൾ മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ്, നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉലുവ നമ്മൾ ലാസ്റ്റ്, അതായത് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു നല്ലൊരു ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് കുറച്ച് തിക്കായിട്ടുള്ള സംഭവമാണ്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ലൂസാക്കി എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഫിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഇതിന് വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള മുട്ടയും മൈദയും പാലും പഞ്ചസാരയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഒരു തിക്കായിട്ടാണ് ഉള്ളത്. നമുക്ക് തിക്കായിട്ടല്ല വേണ്ടത്, ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ലൂസാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന മൈദൻ്റെ അളവിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ഇത്ര അളവൊന്നുമില്ല, നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇതുപോലെ ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ കണ്ടില്ല, പാകത്തിന് ഇതുപോലെ ലൂസായിട്ടാണ് വേണ്ടത്, തിക്കായി പോകാൻ പാടില്ല. ഇനി നമുക്ക് ഓരോ തിന്ന് ദോശയായി ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് ഇത്തിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ബാറ്ററിൽ നിന്നും ഒരു തവി മാവ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിന്നായിട്ട് വേണം നമ്മൾ ഒഴിച്ചെടുക്കാൻ. നല്ല തിന്നായിട്ടുള്ള ദോശയായിട്ടാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നമ്മൾ ഒഴിച്ചിട്ടുള്ള മുകൾ ഭാഗമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചിട്ടുള്ള നമ്മുടെ ദോശൻ്റെ മുകൾ ഭാഗമൊക്കെ ഏകദേശം ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്നില്ല അതുപോലെ തന്നെ. അപ്പോൾ തിന്നാക്കിയിട്ട് ചുട്ടെടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഏകദേശം 2 ഭാഗം ഏകദേശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി വരണം. ഹാർഡായി പോകരുത്, സോഫ്റ്റായിട്ടാണ് കേട്ടോ വേണ്ടത് നമ്മുടെ ഈ ദോശ. ഇതുപോലെ 2 ഭാഗം ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കുക. 3-4 തവണ നമ്മളിതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഏകദേശം ഇതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദോശ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ തയ്യാറാക്കിയുള്ള ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ പാർസൽ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മൾ തിന്നായിട്ടുള്ള നമ്മൾ ദോശ ഒരു പ്ലേറ്റിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ചീസ് വേണ്ടത് അതിനനുസരിച്ച് വെച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലോട്ടേക്ക്, ചീസിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള നമ്മുടെ ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കണ്ടില്ല, ഇപ്പോൾ ഒരു ബോക്സ് പോലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ദോശൻ്റെ ഒരു ഭാഗം നമ്മൾ നടുഭാഗത്തോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുക. മറ്റേ വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ 4 വശവും നമ്മളിതുപോലെ മടക്കി കൊടുക്കുക. ഏകദേശം ഒരു ബോക്സ് രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു ബട്ടർ ചിക്കൻ പാർസൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ബട്ടർ ചിക്കൻ പാർസലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടം കൊണ്ട് തീരുന്നില്ല, നമുക്ക് വീണ്ടും തിരിച്ച് പാനിലോട്ടേക്ക് പോകാം. ഇനി ഒരു പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ഓരോ ബട്ടർ ചിക്കൻ പാർസലും ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതെന്തിനാണ് വെച്ച് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മളിതിൽ ചീസ് ചേർത്തതല്ലേ, അപ്പോൾ ആ ചീസൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് ഇതുപോലൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും നല്ല തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം നന്നായിട്ട് തന്നെ മൂത്ത് വരുമ്പോൾ നമുക്ക് എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി തിരിച്ചിട്ട ഭാഗം കൂടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് എടുക്കണം. എങ്കിലേ നമ്മൾ ആ തിരിച്ചിട്ട ഭാഗത്തുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ബട്ടർ ചിക്കൻ പാർസൽ. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ പാർസൽ ഇവിടെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ചീസി ക്രീമി യമ്മി ആയിട്ടുള്ള നമ്മുടെ ബട്ടർ ചിക്കൻ പാർസൽ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും. അത്രയും നല്ല ചീസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. നമ്മൾ ഇതുവരെ സാധാരണ തയ്യാറാക്കുന്ന സ്നാക്കിൽ നിന്നും ശരിക്കും ഒരു വെറൈറ്റി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.